1 liter of milk fills 2 identical bottles. 1 ലിറ്റർ മിൽക്ക് ഉണ്ടായിരുന്നു. ഈ മിൽക്ക് 2 ബോട്ടിലോട്ടായിട്ട് കൊടുത്തു. A quarter of the milk in 1 bottle is used to make a cup of tea. അപ്പോൾ ഇതൊരു ബോട്ടില് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നതിന്റെ 1/4 അല്ലെ, ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4. നമ്മൾ അതിനെ യൂസ് ചെയ്തു. എ ക്വാർട്ടർ ഓഫ് ദ മിൽക്ക് ഇൻ 1 ബോട്ടിൽ ഈസ് യൂസ് ടു മേക്ക് എ കപ്പ് ഓഫ് ടീ. അപ്പൊ ഈ 1 ലിറ്ററിനെ 2 പോർഷൻ ആക്കിയിട്ടാണ് ഇങ്ങോട്ട് വിട്ടത്. അപ്പോ ഇവിടെ വന്നത് ഒരു ബോട്ടിലോട്ട് വന്നത് 1/2 ലിറ്റർ ആയിരിക്കും. ആണല്ലോ, ഹാഫിലെ പകുതിയാക്കി. 2 ബോട്ടിലോട്ട് ഒരുപോലെ കൊടുത്തപ്പോൾ പകുതിയാക്കി. ഈ 1/2 ലിറ്ററിന്റെ 1/4 ആണ് ഒരു കപ്പ് ടീക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം എത്ര കപ്പ്, ഒരു കപ്പ് ടീ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 1/2 ലിറ്ററിന്റെ 1/4. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 1/4 ഓഫ് 1/2 ലിറ്റർ. 1/4 ഓഫ് 1/2 ലിറ്റർ ആണ് ഒരു കപ്പ് ടീയിലുള്ളത്. ഓക്കെ ആണല്ലോ, 1/4 ഓഫ് 1/2 ലിറ്റർ. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കും? 1/4 ഇൻറ്റു 1/2 അല്ലെ. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. 1/4 ഇൻറ്റു 1/2. ഇനി ന്യൂമറേറ്ററിൽ 1 രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടി. 4 ഇൻറ്റു 2 8. 1/8 ലിറ്റേഴ്സ് ആണ് ഉള്ളത്. ഇനി അവർ പറയുന്നുണ്ട് ഹൗ മെനി മില്ലി ലിറ്റേഴ്സിലാണ് ആക്കണമെന്ന്. മില്ലി ലിറ്ററിലോട്ട് ആക്കണമെങ്കിൽ 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ അല്ലെ. അപ്പം 1/8 ലിറ്റർ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000/8 മില്ലി ലിറ്റർ ആക്കണം. മില്ലി ലിറ്ററിന്റെ അടുത്തുള്ള നമ്പർ ആണ് വലുത്, 1000. അപ്പൊ 1000 മില്ലി ലിറ്ററിലോട്ട് മാറ്റുമ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇവിടെ 1/8 ആയിരുന്നു. 1/8 ഇൻറ്റു 1000 എന്ന് പറയുന്നത് തന്നെയാണ് 1 ഇൻറ്റു 1000. ഈ 1000 ന്യൂമറേറ്ററിലായിരിക്കുന്നത് 1 ഇൻറ്റു 1000 ആണ്. 1000 എന്ന ന്യൂമറേറ്ററിലോട്ട് വന്നത് ഡിനോമിനേറ്ററിൽ 8 മില്ലി ലിറ്റർ ആണെന്ന് പറയാൻ പറ്റും. ഇനി 1000/8 എന്ന് എഴുതി നിർത്താൻ പറ്റത്തില്ല. നമുക്ക് 1000ഉം 8ഉം രണ്ടും ഈവൺ നമ്പേഴ്സ് അല്ലെ. ഇപ്പൊ 2 നമ്പേഴ്സിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം 1000നെ 2 കൊണ്ട്, അതായത് ഹാഫ് എടുത്താൽ 500 ആവും. 8ന്റെ ഹാഫ് എടുത്താൽ 4 ആവും അല്ലെ. 2 കൊണ്ടുള്ള ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹാഫ് എടുക്കലാണ്. അതുപോലെ 500ഉം 4ഉം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 500 50യുടെ പകുതി എത്രയാ? 50യുടെ പകുതി 25. അപ്പൊ ഇത് 250. ഇനി 4ന്റെ പകുതിയോ 2 ആണല്ലേ. അപ്പൊ 250/2 ആയി. 250/2 എന്നുള്ളത് ഡിവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ വഴിക്ക് ആലോചിക്കാം. ഓക്കെ, 25 /2 അല്ലെങ്കിൽ എത്ര പ്രാവശ്യം പോകും? 2ന്റെ ടേബിളിൽ ഇവിടെ 1 ടൈംസ്, അപ്പൊ ഇവിടെ 2 ഇട്ടു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. ഈ 5 ഇങ്ങോട്ട് വന്നു. 5ല് 2 ടൈംസ് പറ്റും. 2 ഇൻറ്റു 2 4 ഇവിടെ വരും. ആൻഡ് ഇവിടെ റിമൈൻഡർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 വന്നു. പിന്നെ ഇവിടെ ഒരു 0 ഇല്ലേ, ആ 0 ഇങ്ങോട്ട് എടുക്കാം. 10. 10ല് 5 ടൈംസ് 2 10. അപ്പോ ആൻസർ വരുന്നത് 125 ml എന്നെടുക്കാം. ഓക്കെ, ഇനി 250യുടെ ഹാഫ് വേറെ വഴിക്ക് ആലോചിക്കാം. 25. 24ന്റെ ഹാഫ് എത്രയാ? 12 ആണല്ലേ. 24ന്റെ പകുതി 12. അപ്പൊ 25 എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഒരു നമ്പർ കൂടുതലുണ്ട്. അപ്പം 12.5 ആ. പക്ഷെ ഇങ്ങനെ ആലോചിക്കുന്നത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. 12.5 ഇൻറ്റു 10ഉം നമുക്ക് 125 എന്ന് കിട്ടും. പക്ഷെ അത് ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്താലും ഓക്കെയാണ്, കിട്ടും. 1 kilogram yam is cut into 3 equal pieces. അപ്പം 1 kilogram yam ഉണ്ടായിരുന്നു. ആ 1 kilogramനെ 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. 1 of the pieces is half. അപ്പൊ ഇങ്ങനെ 1 kilogramനെ 3 ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പീസ് എന്ന് പറയുന്നത് 1/3 of 1 kg ആയിരിക്കും അല്ലെ. 1/3 of 1 kg ആണ് ഓരോ പീസിലോട്ടും വന്നത്. എന്നിട്ട് പിന്നെയും പറയാണ് 1 of the pieces is half. ഇതിൽ ഒരു പീസ് എടുത്ത് അതിനെ വീണ്ടും ഹാഫ് ആക്കി. അതായത് ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലെ. ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2. 1/2 of 1/3 kg. ഇതിനകത്ത് 1/3 of 1 kg എന്ന് പറഞ്ഞാല് 1/3 into 1 അല്ലെ. 1 kg അല്ല. അപ്പൊ 1/3 into 1. അപ്പൊ 1 into 1 1 വന്നു. താഴെ 3 വന്നു. 1/3 kg ആയിരുന്നു. അപ്പം
ഇവിടെ അതിനെ വീണ്ടും ഹാഫ് ആക്കി എന്ന് പറയുമ്പോൾ 1/2 ഓഫ് 1/3 kg എടുത്താൽ മതി. അപ്പം നമുക്ക് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദിസ് പീസ്, അതായത് 1/2 ഓഫ് 1/3 kg, 1/2 ഇൻറ്റു ഓഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 1/3. ഇതിനകത്ത് ന്യൂമറേറ്റേഴ്സ് 1 ഇൻറ്റു 1 വന്നു, ഡിനോമിനേറ്റർ 2 ഇൻറ്റു 3 6 വന്നു. അപ്പോൾ 1/6 kg ആണ് ആ ചെറിയ കഷ്ണത്തിന്റെ വെയിറ്റ് ആയിട്ട് വരുന്നത്. ഹാഫ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ ഗേൾസ്. അപ്പൊ ഇത് ടോട്ടൽ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ അതിന്റെ ജസ്റ്റ് ഹാഫ് 1/2 എങ്ങോട്ട് പോയി, ഗേൾസ് ആണ് അല്ലെ. 1/2 ഗേൾസ് ആണ്, 1/2 ബോയ്സ് ആണ്. ഇനി പറയുന്നത് എ തേർഡ് ഓഫ് ദം ഇൻ ദ മാത്ത് ക്ലബ്. ഈ ഗേൾസിന്റെ 1/3, എ തേർഡ് എന്ന് പറയുമ്പോൾ അവർ 1/3 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹാഫിന്റെ 1/3, 1/3 ഓഫ് 1/2 എങ്ങോട്ട് പോയി, മാത്സ് ക്ലബിലോട്ട് പോയി. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ക്ലാസ് ആർ ദേ. അപ്പൊ 1/3 ഓഫ് 1/2 കുട്ടികളാണ് എവിടെയുള്ളത്, മാത്സ് ക്ലബില്. അത്രയും ഫ്രാക്ഷൻ. അപ്പൊ 1/3 ഇൻറ്റു 1/2 ചെയ്താൽ മതി. 1 ഇൻറ്റു 1 1 വരും, 3 ഇൻറ്റു 2 6. അപ്പൊ 1/6 ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ക്ലാസ് ആ മാത്സ് ക്ലബിലുണ്ട്. Calculate the following. 1/4 of 1/2 എന്ന് പറയുമ്പോൾ 1/4 ഇൻറ്റു 1/2. ന്യൂമറേറ്റേഴ്സ് 1 ഇൻറ്റു 1 1, 4 ഇൻറ്റു 2 8. 1/8 ആണ് ആൻസർ. രണ്ടാമത്തത് 1/2 ഓഫ് 1/4. 1/2 ഇൻറ്റു 1/4 എടുത്താൽ മതി. ഓഫ് എന്നുള്ളതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. അപ്പൊ 1 ഇൻറ്റു 1 1 വന്നു, 2 ഇൻറ്റു 4 8. ഇനി തേർഡ് പാർട്ടിൽ വന്നിരിക്കുന്നത് 1/5 ഓഫ് 1/3. 1/5 ഓഫ് 1/3 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. 1 ഇൻറ്റു 1 1, 5 ഇൻറ്റു 3 15. ഫോർത്ത് വൺ ഇത് നമ്പേഴ്സ് തിരിച്ചിട്ടൊന്നേ ഉള്ളൂ അല്ലേ, സെയിം ആൻസർ വരും. നോക്കിയേ 1/3 ഓഫ് 1/5 എന്ന് പറഞ്ഞാൽ സെയിം ആണ് വരുന്നത്. 1 ഇൻറ്റു 1 1, 3 ഇൻറ്റു 5 15. ഇനി ഫിഫ്ത്ത് വൺ വന്നിരിക്കുന്നത് 1/6 ഓഫ് 1/3 അല്ലെ. 1/6 ഓഫ് 1/3, 1 ഇൻറ്റു 1 1 വന്നു, 6 ഇൻറ്റു 3 18. ആൻഡ് ലാസ്റ്റ് വന്നിരിക്കുന്നത് 1/3 ഓഫ് 1/6. 1/3 ഇൻറ്റു 1/6 സെയിം ആൻസർ വരും, 1/18. 2 liters of milk is used to fill 3 bottles of the same size. അപ്പൊ 2 ലിറ്റർ മിൽക്ക് ഉണ്ടായിരുന്നു. 2 liters ഓഫ് മിൽക്ക് എടുത്തിട്ട് 3 bottles ഓഫ് സെയിം സൈസിലോട്ട് നിറച്ചു വെച്ചു അല്ലെ. അപ്പം 2 ലിറ്ററിന്റെ 3 പാർട്ട് ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ അല്ലെ. 1/3 ഓഫ് 2 ലിറ്റർ ആണ് ഒരു ബോട്ടിലോട്ട് എത്തിയത്. അത് എത്രയാണ് നമുക്ക് ആദ്യം നോക്കാം. 1/3 ഓഫ് 2 എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു 2. 1/3 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുന്നത് 2/1 ആണ്. ഇങ്ങനെ എഴുതി. അപ്പൊ 1 ഇൻറ്റു 2 2 എന്ന് വരും, 3 ഇൻറ്റു 1 3 എന്ന് വരും. അപ്പൊ ഇവിടെ വന്നത് 2/3 ലിറ്റർ ഓഫ് മിൽക്ക് ആണ് ഒരു ബോട്ടിലോട്ട് ഇരിക്കുന്നത്. ഓക്കെ. ഇനി a quarter of 1 such bottle. a quarter എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പം ഈ ഒരു ബോട്ടിലുള്ളതിന്റെ ക്വാർട്ടർ 1/4 of 1 such bottle is poured into a glass. How much milk is in the glass? അപ്പൊ 1/4 of 2/3. കാരണം 2/3 ആയിരുന്നു ഒരു ബോട്ടിലിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പം 1/4 ഓഫ് 2/3 ലിറ്റർ ആയിരിക്കും ഗ്ലാസ്സിനകത്തോട്ട് പോയത്. 1/4 ഓഫ് 2/3. അപ്പൊ 1 ഇൻറ്റു 2 2, 4 ഇൻറ്റു 3 12. 2/12 വരും. പക്ഷെ 2ഉം 12ഉം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലെ. 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 വരും. അപ്പൊ ഫൈനൽ ആൻസർ 1/6 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ആണ് ഒരു ഗ്ലാസ്സിനകത്ത് ഉള്ളത്. 1/2 kilogram of rice is equally filled in 4 bags. അപ്പൊ ആദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് 1/2 kg ആയിരുന്നു. ഈ 1/2 kgനെ നമ്മൾ 4 പോർഷൻ ആക്കി അല്ലെ, 4 ബാഗിലോട്ട് കൊടുത്തു. അപ്പൊ ഒരു ബാഗിൽ എത്ര കിട്ടിയിട്ടുണ്ടാവും? 1/2ന്റെ 1/4. കാരണം 4 പാർട്ട് ആക്കിയത് അല്ലെ, 1 2 3 4 4 ബാഗ്സിലോട്ട് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഗിൽ എത്തിയത് 1 out of 4 ആയിരിക്കും, 1/4.
1/4 ഓഫ് 1/2 kg ആണ് ഇതുപോലത്തെ ഒരു ബാഗിനകത്ത് വന്നത്. ഓക്കെ, ഒരു ബാഗിനകത്തുള്ളത് കേട്ടോ. അപ്പുറത്തും സെയിം സൈസിലുള്ള ബാഗ് തന്നെ എഴുതാനുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. 1/4 ഓഫ് 1/2 kg ആണ് ഒരു ബാഗിൽ എത്തിയത്. ഇനി ഇഫ് യു ടേക്ക് 3 such bags together, how much rice do we get? ഇങ്ങനത്തെ 3 ബാഗ് ഒന്നിച്ചെടുത്താൽ എത്ര അരി കിട്ടുമെന്ന് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഒരു ബാഗിനകത്തുള്ള എത്രയാന്ന് നോക്കാം. 1/4 ഓഫ് 1/2 അല്ലെ. 1 into 1 1, 4 into 2 8. ഇത്രയും kg ആണ് ഒരു ബാഗിനകത്തുള്ളത്. ഇങ്ങനത്തെ 3 ബാഗ് എടുത്തു എന്ന് പറയുമ്പോൾ 3 times അല്ലെ, 3 into 3 ബാഗ് എടുക്കുമ്പോൾ 3 പ്രാവശ്യം എടുക്കുവാണ് വീണ്ടും അപ്പൊ 3 into എന്ന് എടുക്കണം 1/8. ഇനി 3 into എന്ന് പറയുമ്പോൾ 3യുടെ താഴെ ഒരു 1 ഉണ്ടെന്ന് മറക്കരുത്. അപ്പൊ 3 into 1 3 എന്ന് വന്നു. ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ 1 into 8 8 എന്ന് വന്നു. അപ്പം 3/8 kg ആയിരിക്കും 3 ബാഗ് ഇങ്ങനത്തെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. Draw the line AB 12 cm long. Mark C on it such that AC is 2/3 of AB. അപ്പൊ ഇത് നമുക്ക് എന്തായാലും വരയ്ക്കണം, സ്കെയിലൊക്കെ വെച്ച് കറക്റ്റ് ആയിട്ട് വരയ്ക്കണം. പക്ഷെ ആദ്യം നമുക്ക് ഇവരുടെയൊക്കെ മെഷേഴ്സ് എത്രയാണ്, അളവുകൾ എത്രയാന്ന് നോക്കാം. ഡ്രോ ദ ലൈൻ AB 12 cm long എന്ന് പറഞ്ഞാൽ AB എന്ന് പറയുന്നത് 12 cm ആണ്. ഇനി മാർക്ക് CE on it such that AC is 2/3 of AB അല്ലെ. അപ്പം AC എന്ന് പറയുന്നത് 2/3 ഓഫ് എന്ന് പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, 2/3 ഓഫ് AB. AB എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ 2/3 into 12 ചെയ്താൽ ACയുടെ ലെങ്ത് കിട്ടും. അപ്പം ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇത് നമുക്ക് 12/1 എടുക്കാം. ഇത് ഷോർട്ട് ആക്കിയിട്ട്, അതായത് 2 into 12 ആണ് ഇപ്പൊ ന്യൂമറേറ്ററിലുള്ളത്, താഴെയുള്ളത് 3 into 1 ഡിനോമിനേറ്ററിൽ അല്ലേ. അതിനകത്ത് 3ഉം 12ഉം ഒരേ ടേബിളിലുള്ളത്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആവും. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആവും. അപ്പൊ 2 into 4 8 സെന്റിമീറ്റർ ആണ് ACയുടെ ലെങ്ത് വരുന്നത്, 8. അപ്പം AB 12 ഉണ്ട്, AC 8 ഉണ്ട് സെന്റിമീറ്റേഴ്സ്. ഇത്രയും മനസ്സിലായി. ഇനി ബാക്കിയുള്ളത് നോക്കാം. മാർക്ക് D such that AD is 1/4 of AC. 1/4 ഈസ് എന്ന് പറയുന്നത് മാത്സിൽ നമ്മൾ ഈക്വൽ ടു ഇടാണ്. ഈസ് ഈക്വൽ ടു, ഓക്കെ, ഈസ് ഈക്വൽ ടു എന്നാണ്. അപ്പൊ AD is 1/4 of AC. 1/4 of AC. AC എന്ന് പറയുന്നത് 8 ആയിരുന്നു. അപ്പൊ 1/4 of 8 ആണ് ADയുടെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ 1/4 of 8 എന്ന് പറയുന്നത് 1 into 8 ആണ് ന്യൂമറേറ്ററിൽ അല്ലെ. ഡിനോമിനേറ്ററിലുള്ളതോ 4 into 1. അപ്പൊ ഈ 4ഉം 8ഉം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. കട്ട് ചെയ്യാം. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 വരും. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 2 എന്ന് വരും. അപ്പോ 2 സെന്റിമീറ്റർ ആണ് ADയുടെ മെഷർമെന്റ് വന്നത്. 2 സെന്റിമീറ്റർ കിട്ടി. ഇത്ര പറഞ്ഞിട്ടുണ്ട് അല്ലെ AD വരെ. ഇനി വാട്ട് ഫ്രാക്ഷൻ ഓഫ് AB ഈസ് AD? അപ്പൊ എന്തായാലും നമുക്ക് വരച്ചു നോക്കാം. വരച്ചിട്ട് അവസാനത്തെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. ശരിക്കും സ്കെയിലും പെൻസിലും എടുത്തിട്ട് വരയ്ക്കണം. അപ്പം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് 12 സെന്റിമീറ്റർ എടുത്തിട്ട് വരയ്ക്കുക. AB ഇത് 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. AB ഈക്വൽ ടു 12 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ എഴുതി വെക്കാം. AB ഈക്വൽ ടു 12 സെന്റിമീറ്റർ ആണ് നമ്മൾ വരച്ചത്. ഇനി അടുത്തത് വേണ്ടതോ AC ആ. AC 8 സെന്റിമീറ്റർ വേണം. അപ്പൊ Aന്ന് ഇങ്ങോട്ട് 8 സെന്റിമീറ്റർ എടുത്തിട്ട്, ഓക്കെ, 8 സെന്റിമീറ്റർ എടുത്തിട്ട് ഏകദേശം ഇവിടെ ആയിരിക്കും എന്ന് വിചാരിക്കാം. ഓക്കെ, സ്കെയിലിൽ എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പം ഇവിടെ ബോർഡേ വരയ്ക്കുന്നതുകൊണ്ട് ഏകദേശം ഇവിടെ ആയിരിക്കും C നിൽക്കുന്നത്. അപ്പൊ AC നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഓൾറെഡി കിട്ടിയായിരുന്നു. ഇനി AD 2 വേണം. അപ്പൊ A തൊട്ട് D വരെ 2 മതി കണ്ടോ, AD. അപ്പൊ AD 2 സെന്റിമീറ്റർ. ഇങ്ങനെ വരയ്ക്കാം. കറക്റ്റ് ആയിട്ട് സ്കെയിൽ എടുത്തിട്ട് വരയ്ക്കണം. A തൊട്ട് 2 സെന്റിമീറ്റർ മുമ്പ് പോയാൽ അതാണ് D. Aന്ന് 8 സെന്റിമീറ്റർ കഴിഞ്ഞ് വരുന്ന പോയിന്റ് ആണ് C. പിന്നെ ആദ്യമേ നമ്മൾ വരച്ചത് 12 സെന്റിമീറ്റർ കഴിഞ്ഞ. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് ഫ്രാക്ഷൻ ഓഫ് AB ഈസ് AD? അതായത് AD എന്ന് പറയുന്നത് ABയുടെ എത്ര പോർഷൻ ആയിട്ട് വരും? വാട്ട് ഫ്രാക്ഷൻ ഓഫ് AB ഈസ് AD?
അപ്പൊ എ ഡിയുടെ ലെങ്ത് എത്രയാ 2 അല്ലേ, 2 സെന്റിമീറ്റർ നമുക്ക് കിട്ടിയായിരുന്നു. എ ബിയുടെ ലെങ്തോ 12 അല്ലേ. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. എ ഡി ബൈ എ ബി കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ 2/12 ആയി. അപ്പം 2ഉം 12ഉം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ, 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 1 വരും, ഇവിടെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 6 ആവും. 1/6 സോറി ഫ്രാക്ഷൻ ആയിരുന്നു. 1/6 ആണ് fraction of AB out of fraction of AD out of AB. Okay, AD by AB എന്ന് പറയുന്നത് 1/6 ആണ് ഫ്രാക്ഷൻ ആയിട്ട് വരുന്നത്. A 2 meter long rope is cut into 5 equal pieces. അപ്പൊ 2 meter റോപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യില്, അതിനെ 5 ഈക്വൽ പീസസ് ആക്കി അല്ലേ. അപ്പൊ ഒരു പീസ് എന്ന് പറയുന്നത് എത്ര വരും, അതിന്റെ 1/5 വരും അല്ലേ. 5 ഈക്വൽ പീസ് എന്ന് പറയുമ്പോൾ 1/5 ഓഫ് 2 മീറ്റർ ആണ് ഒരു പീസിന് വരുള്ളൂ. ഓക്കെ, 1/5 ഓഫ് 2 എന്ന് പറയുന്നത് നമുക്ക് 2/5 മീറ്ററിന് എഴുതാൻ പറ്റും. കാരണം 1/5 ഇൻറ്റു 2 മീറ്റർ ആണ് ഇപ്പോൾ ഒരു പീസിനുള്ളത്. 1 ഇൻറ്റു 2, 2ന്റെ താഴെ എപ്പോഴും വെറും ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ എന്റെ അടിയിൽ ഡിനോമിനേറ്റർ ആയിട്ട് 1 ഉണ്ട്. അപ്പൊ 1 ഇൻറ്റു 2 വന്നു, 5 ഇൻറ്റു 1 5 വന്നു. അങ്ങനെയാണ് 2/5 മീറ്റർ എന്ന് വന്നത് ഒരു പീസ്. ഇനി പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 ഓഫ് 1 പീസ്. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4 ആണെന്നറിയാം. 3/4 എന്ന് പറഞ്ഞാൽ 3/4. ഓക്കെ, ഒന്നും കൂടി പറയാം. 3/4 ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 3/4 എന്ന് പറയുമ്പോൾ 3/4 ആണ്. The length of 3/4 of 1 piece. അപ്പം 3/4 of 1 piece. 1 piece ഇപ്പൊ ഓൾറെഡി എത്രയാണെന്ന് അറിയാം, 2/5. 1 piece 3/4 of 2/5 മീറ്റർ ആണ് 3/4 of 1 piece. ഇപ്പൊ ഇത് എത്രയാണെന്ന് നോക്കാം. 3/4 into 2/5. ഇത് നമുക്ക് 2ഉം 4ഉം കട്ട് ചെയ്യാൻ പറ്റുന്നവരാ അല്ലേ. അപ്പൊ നമുക്കിത് 3 into 2/4 into 5 എന്ന് എഴുതാം. ഓക്കെ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്പേഴ്സ് ഒന്നിച്ച് എഴുതി. ഇതിനകത്ത് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആവും, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ആവും. അപ്പൊ ഇത് വന്നിട്ട് 3 into 1 3 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 into 5 10 വന്നു. ഇത്രയും മീറ്റർ ആയിരിക്കും ഇവർ ഈ പറഞ്ഞ 3/4 of 1 piece. 3/4 of 1 piece ആണ് നമുക്ക് കിട്ടിയത്. ഇനി പറയുന്നത് ഹൗ മെനി സെന്റിമീറ്റേഴ്സ് ഇസ് ദിസ്. നമുക്കിപ്പോ കിട്ടിയ ആൻസർ 3/10 മീറ്ററിനായിരുന്നു, അതിനെ സെന്റിമീറ്ററിലോട്ട് മാറ്റണം അല്ലെ. അപ്പൊ സെന്റിമീറ്റർ മീറ്ററുമായിട്ടുള്ള കണക്ഷൻ 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ സെന്റിമീറ്ററിന്റെ അടുത്ത് നിൽക്കുന്ന നമ്പർ ആണ് വലുത്. അതായത് സെന്റിമീറ്ററിലോട്ട് മാറ്റുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3/10 into 100 ആണ് ചെയ്യേണ്ടത് ആണല്ലോ. 3/10 into 100. ഈ 100 എന്ന് പറയുന്ന ആൾക്ക് ഡിനോമിനേറ്റർ 1 കൊടുക്കാം. അപ്പൊ 3 into 100/10. 10 into 1 10. ഇതിനകത്ത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഒരു 0 കട്ട് ചെയ്യാം. എന്താ 0 കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും താഴെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഈക്വൽ ആണ്. ഓരോ 0 ഇപ്പൊ കട്ട് ചെയ്തു. ഇനി ഡിനോമിനേറ്ററിൽ ആകെ ഉള്ളത് 1 മാത്രമാണ് അല്ലേ, 1. അപ്പം 3 into 10 ന്യൂമറേറ്ററിലുണ്ട്. അപ്പൊ 13 വന്നു, ഡിനോമിനേറ്ററിൽ 1 ആണ്. അപ്പൊ അത് 30 ആണ് ആൻസർ. 30 ഡിവൈഡ് ബൈ 1, 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പറിന് മാറ്റം വരുന്നില്ല. അപ്പൊ 30 ആണ്. 30 സെന്റിമീറ്റർ ആണ് ആൻസർ വരുന്നത്. Three liters of water is used to fill 4 identical bottles. അവ 3 ലിറ്റർ വെള്ളം എടുത്തിട്ട് 4 ബോട്ടിൽ ഒരേപോലത്തെ ബോട്ടിൽസ് ഫില്ല് ചെയ്യുവാണ്. 3 ലിറ്റർ ഉണ്ടായിരുന്നു മൊത്തം വെള്ളം, അതിനെ 4 പാർട്ടാക്കി കൊടുത്തു. ഒരു പാർട്ടിൽ എത്ര വന്നിട്ടുണ്ടാവും, 1/4 അല്ലേ. 4 പാർട്ടാക്കി എന്ന് പറയുമ്പോൾ 1/4 ഓഫ് 3 ലിറ്റർ ആണ് ഒരു ബോട്ടിലോട്ട് വന്നത് ആണല്ലോ. എന്നിട്ട് 1 ബോട്ടിൽ ഈസ് യൂസ് ടു ഫിൽ 5 ഐഡന്റിക്കൽ കപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇത് എത്രയെന്ന് നോക്കാം. 1/4 ഓഫ് 3 അല്ലെ, 1/4 ഓഫ് 3 ആണ്. 3 എന്ന് പറയുന്നത് 3/1. അപ്പം 1 into 3 3 എന്ന് വരും, 4 into 1 4 എന്ന് വരും. അപ്പൊ 3/4 ലിറ്റർ ആണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ടിലിനകത്ത് ഉള്ളത് അല്ലെ. 1/4 ഓഫ് 3 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ 3/4 ലിറ്റർ എന്ന് എഴുതാൻ പറ്റും. ഇനി അവർ പറയുന്നത്
വൺ ബോട്ടിൽ, ഇതുപോലത്തെ ഒരു ബോട്ടിൽ ഈസ് യൂസ് ടു ഫിൽ 5 ഐഡന്റിക്കൽ കപ്സ്. ഇതിനെ പിന്നെയും 5 ഈക്വൽ പാർട്സ് ആക്കുവാണ്. 5 ഐഡന്റിക്കൽ 1 2 3 4 5 ഐഡന്റിക്കൽ കപ്സിലോട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയതിന്റെ 1/5 വരുള്ളൂ അല്ലേ? കാരണം 5 പോർഷൻ ആക്കിയാ ഡിവൈഡ് ചെയ്ത്. അപ്പൊ 1/5 അല്ലെ, 5 ഈക്വൽ പാർട്സ് ആക്കി. അപ്പൊ ഒരെണ്ണത്തിനകത്ത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഔട്ട് ഓഫ് 5, 1/5 ഓഫ് 3/4 ലിറ്റർ ആണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. കപ്പിനകത്ത് വന്നിട്ടുള്ളൂ. ഓക്കെ, ഇതാദ്യം ഇരുന്നത് ഇങ്ങോട്ട് ബോട്ടിലോട്ടാക്കി, ബോട്ടിലിൽ നിന്ന് പിന്നെ കപ്പിലോട്ടാക്കി. ഞാൻ ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് വാട്ടർ ഈസ് ഇൻ 1 കപ്പ്. ഇതിനകത്ത് 1 കപ്പിനകത്ത് അത്രയാണോ ചോദിക്കുന്നത്, അത് പിന്നെ മില്ലി ലിറ്ററിലോട്ട് ആക്കി ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് 1/5 ഓഫ് 3/4 എത്രയാന്ന് നോക്കാം. 1/5 ഓഫ് 3/4 അല്ലെ, ഇതിനകത്ത് കട്ട് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സ് മുകളിലും താഴെ ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 3 3 എന്ന് വരും. 5 × 4 20. അപ്പൊ 3/20 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ആണ് ഒരു കപ്പിനകത്തുള്ളത്. ഇതിനെ മില്ലി ലിറ്ററിലോട്ട് മാറ്റണം അല്ലെ. അപ്പോ നമ്മൾ നോക്കേണ്ടത് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. മില്ലി ലിറ്ററിന്റെ അടുത്ത് നിൽക്കുന്ന നമ്പർ ആണ് വലുത്. അപ്പൊ മില്ലി ലിറ്ററിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിനെ മില്ലി ലിറ്ററിലോട്ട് ആക്കണം. 3/20 ലിറ്റർ ആ കിട്ടിയത്. അപ്പൊ 3/20 × 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് നമുക്ക് മില്ലി ലിറ്ററിലായിട്ട് കിട്ടും. ഈ 1000 എന്ന് പറയുന്ന നമ്പർ അതിന് താഴെ ഡിനോമിനേറ്റർ ആയിട്ട് 1 ഉണ്ട്. ഇവിടെ 20യും 1000ഉം ഒക്കെ കാണാനുണ്ട്. നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സ് ആണ്. നമുക്ക് ന്യൂമറേറ്റേഴ്സ് ഒന്നിച്ചെഴുതാം. 3 × 1000, ഡിനോമിനേറ്ററിൽ 20 ഉണ്ട്. ഇവിടെ നമുക്ക് ഓരോ സീറോസ് ആദ്യം കട്ട് ചെയ്യാം. കാരണം ഒരു സീറോ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മുകളിലും താഴെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ബാക്കിയുള്ളത് 3 × 100/2 ആണ്. അപ്പൊ 100നെ 2 കൊണ്ട് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. 2 കൊണ്ട് 100നെ ഡിവൈഡ് ചെയ്താല് ഇവിടെ 2 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. ഇവിടെ 15 കിട്ടും. അപ്പം വരുന്നത് 3 × 50 150 മില്ലി ലിറ്റേഴ്സ് ആണ് ഒരു കപ്പിനകത്തോട്ട് വന്നത്. 5 kilogram pumpkin is cut into 5 equal pieces. അപ്പൊ 5 kilogram pumpkin ഉണ്ടായിരുന്നു. 5 kilogram pumpkin cut into 5 equal pieces. 5 equal പീസ് ആക്കി. അപ്പൊ ഒരു പീസിൽ എത്ര വന്നിട്ടുണ്ടാവും ആദ്യം നമുക്ക് നോക്കാം. കാരണം each piece is further cut into 2 എന്നാണ് പറയുന്നത്. ഒരു പീസ് എന്ന് പറഞ്ഞാൽ എത്രയാന്ന് നോക്കാം. 5 ഈക്വൽ പാർട്ട് ആക്കി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് 1 ഔട്ട് ഓഫ് 5 ആയിരിക്കും. 1/5 ഓഫ് 5 kg ആണ് വരുന്നത്. 1/5 ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1/5, ഈ 5ന്റെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ട്. അപ്പൊ 1 × 5, 5 തന്നെ താഴെ വരുന്നത് 5 × 1 എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ 5/5 ആണ് അല്ലേ. 5/5 എന്ന് പറഞ്ഞാൽ ആരാണ്? 1 ആണ്. അപ്പൊ 1 kg ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു പീസിലോട്ട് വന്നത്. ഓക്കെ ആണല്ലോ, ഇത് 1 kg ആയിരുന്നു. ഇനി പറയാണ് ഈച്ച് പീസ് ഈസ് ഫർദർ കട്ട് ഇൻ ടു 2. അപ്പം ഈ 1 kgനെ വീണ്ടും 2 പാർട്ടാക്കി, അതായത് 1/2 അല്ലെ, 2 പാർട്ടാക്കി എന്ന് പറഞ്ഞാൽ 1 ഔട്ട് ഓഫ് 2 ഓഫ് 1 kg ആണ് പിന്നെ അടുത്ത പീസിലോട്ട് വരുന്നത്. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഈച്ച് സച്ച് പീസ്? അപ്പൊ 1/2 ഓഫ് 1 kg എത്രയാണെന്ന് നോക്കാം. 1 × 1 ന്യൂമറേറ്ററിൽ 1, ഡിനോമിനേറ്ററിൽ 2. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 1 ഉണ്ട്, എഴുതണമെന്ന് നിർബന്ധമില്ല. അപ്പൊ 1/2 kg ആണ് ഇങ്ങനത്തെ ഒരു പീസിൽ, അവസാനം വന്ന പീസിൽ ഉണ്ടാവുക. ഇനി ഹൗ മെനി ഗ്രാംസ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള നമ്പർ കിലോഗ്രാം ആയിട്ടായിരിക്കുന്നത്. അതിനെ ഗ്രാം ആക്കണം 1/2 kg അല്ലെ. അപ്പോ കിലോഗ്രാം ഗ്രാമായിട്ടുള്ള കണക്ഷൻ 1 kilogram എന്ന് പറയുന്നത് തന്നെ 1000 gram ആണ്. ഓക്കെ, അപ്പൊ 1000 ഗ്രാമിലോട്ട് ആക്കുമ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1/2 kg എന്ന് പറയുന്നത് 1/2 × 1000 അത്രയും ഗ്രാം ആയിരിക്കും. ഇനി 1/2 × 1000 എന്ന് പറയുന്നത് ഇവിടെ 1000ന്റെ ഡിനോമിനേറ്റർ 1 ഉണ്ട്. അപ്പൊ 1 × 1000 1000/2 × 1 2 ഇത്രയും ഗ്രാം എന്ന് എഴുതാം. ഇതിനകത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹാഫ് എടുക്കുക എന്നാ അല്ലെ. 1000ന്റെ പകുതി 500 ഗ്രാം ആണ് ആ അവസാനം എന്ന കഷ്ണത്തിന്റെ വെയിറ്റ് ആയിട്ട് വരുന്നത്.
കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോവിങ് യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ. ഫസ്റ്റ് വന്നിരിക്കുന്നത് 3/7 ഓഫ് 2/5 അല്ലെ. ഇതിനകത്ത് ആദ്യം നമ്മൾ നോക്കണം മുകളിലും താഴെയുള്ള നമ്പേഴ്സിന് ആരെങ്കിലും കട്ട് ചെയ്യാൻ പറ്റിയവരുണ്ടോ. ഇവിടെ ഇപ്പം ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ആരും ഇല്ല. അപ്പൊ 3 into 2 6 എടുത്തു. 7 into 5 35. അപ്പൊ 6/35 ആണ് ആൻസർ വരുന്നത്. രണ്ടാമത്തത് 3/5 ഓഫ് 2/7 എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ മുകളിലും താഴെ ഡിവൈഡ് ചെയ്ത് കളയാൻ പറ്റുന്ന പോലത്തെ ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഒന്നും ഇല്ല. ജസ്റ്റ് മൾട്ടിപ്ലൈ ആണ്. 3 into 2 6 വന്നു. 5 into 7 35 വന്നു. ചുരുക്കി പറഞ്ഞാല് ന്യൂമറേറ്റേഴ്സ് ഒരുപോലെയും ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെയാണെങ്കിൽ ആൻസറും സെയിം ആയിരിക്കും. അത് പൊസിഷൻസ് മാറിക്കിടന്നെന്ന് വെച്ച് കുഴപ്പമില്ല. അടുത്തത് 2/3 ഓഫ് 3/4 ആണ്. ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ 3 മുകളിലും താഴെയുണ്ട് അല്ലേ. ശരിക്കും മുകളിലെ ന്യൂമറേറ്റർ ആയിട്ട് 2 into 3യും താഴെ ഡിനോമിനേറ്റർ ആയിട്ട് 3 into 4ഉം ആണ്. ഇതിന്റെ 3 മുകളിലും താഴെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ ബാക്കി ആരേ ഉള്ളൂ? 2/4 ഉള്ളൂ. ആ 2/4 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 2 വരും. അപ്പൊ 1/2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇതിനകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 5/6 ഓഫ് 3/10 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയ പോലത്തെ കുറെ നമ്പേഴ്സ് ഉണ്ട്. 5 into 3 ന്യൂമറേറ്ററിൽ വരും, 6 into 10 ഡിനോമിനേറ്ററിലും വരും. ഇതില് 5ഉം 10ഉം ഡിവിസിബിൾ ആണ് അല്ലെ. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് വരും. അപ്പൊ ഇത് വന്നിട്ട് മുകളില് 1 into 3 3 എന്ന് വന്നു. താഴെ 6 into 2 ഇരിപ്പുണ്ട്. ഓക്കെ, അതിനകത്ത് 6ഉം 3യും കട്ട് ചെയ്യാൻ പറ്റും അല്ലെ. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആവും. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആവും. ഓക്കെ, നമ്മൾ മുകളില് ന്യൂമറേറ്ററിനെ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ നമ്പർ കൊണ്ട് തന്നെ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഇപ്പം 1ഉം ഇവിടെ 2ഉം വന്നു. ന്യൂമറേറ്ററിൽ ആകെ ഒരു 1 ബാക്കിയുള്ളൂ. താഴെ 2 into 2 ഇതാണ് ആൻസർ.